നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അഥവാ സബ്ജക്റ്റ് കനേഡിയൻ കോളേജ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ്. അവിടെ അതായത് കാനഡയിൽ 3 തരം കോളേജ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആണുള്ളത്. അതിലൊന്നാമത്തെ യൂണിവേഴ്സിറ്റീസ് ആണ്. രണ്ടാമത്തെ പബ്ലിക് കോളേജസ് അഥവാ കമ്മ്യൂണിറ്റി കോളേജസ് ആണ്. മൂന്നാമത്തെ പ്രൈവറ്റ് കോളേജസ് ആണ്. നമുക്കൊന്ന് നോക്കാം. What are the differences between these 3 colleges? എന്താണ് ഈ കോളേജുകൾ തമ്മിലുള്ള വ്യത്യാസമെന്ന് നമുക്ക് ആദ്യം യൂണിവേഴ്സിറ്റിയിൽ തന്നെ തുടങ്ങാം. യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ they have like pretty huge or like pretty big mammoth campuses ആയിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. പിന്നെ അത് മാത്രമല്ല വൈഡ് ലൈക്ക് വെറൈറ്റി ഓഫ് കോഴ്സസ് ഉണ്ടാവും ടു ചൂസ് ഫ്രം. കണ്ടമാനം കോഴ്സുകൾ ഉണ്ടാവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ. പിന്നെ മറ്റൊരു പ്രത്യേകത, നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഹൈ പ്രൊഫൈൽ മാർക്ക് കൂടിയേ തീരുള്ളൂ. അത് ചിലപ്പോൾ എബവ് 80% ആവും, അല്ലെങ്കിൽ എബവ് 90% ആവും. അത് കൂടിയേ തീരുള്ളൂ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ. ഇറ്റ്സ് കേസ് ബൈ കേസ്. അത് മാത്രമല്ല ഓരോ സെമസ്റ്ററിൽ നിങ്ങൾക്ക് ത്രഷ് ഹോൾഡായിട്ട് കുഡ് ബി 70 അല്ലെങ്കിൽ 80 എബവ് വേണം നിങ്ങൾക്ക് അത് അടുത്ത സെമസ്റ്ററിലേക്ക് പോകാൻ. അതും കേസ് ബൈ കേസ് ആണ്. പിന്നെ മറ്റൊരു പ്രത്യേകത പറയാനുള്ളത്, യൂണിവേഴ്സിറ്റികൾ കോപ്സോ അല്ലെങ്കിൽ ഇന്റേൺഷിപ്സോ നിങ്ങളുടെ കോഴ്സിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങൾ കോപ്പോ ഇന്റേൺഷിപ്പോ നിങ്ങളുടെ കോഴ്സിനുണ്ടെങ്കിൽ ഒരു സെമസ്റ്റർ നിങ്ങൾ ആ ഇന്റേൺഷിപ്പ് ചെയ്യണം. പക്ഷെ നിങ്ങളത് എംപ്ലോയറായിട്ടായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് എംപ്ലോയേഴ്സായിട്ട് അസോസിയേഷൻ ഉണ്ടാവും. ഇന്ന് വരെയായാലും അസോസിയേഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ചെന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ഒരു കമ്പനിയിൽ ചെന്ന്, എന്നാലേ നിങ്ങൾക്ക് ജോലി കിട്ടുള്ളൂ. ഹവോവർ ആ ഇന്റർവ്യൂ ഹെഫ്റ്റി ആയിരിക്കണം എന്നില്ല, വളരെ ലൈറ്റ് ആയിട്ടായിരിക്കുള്ളൂ. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ സർട്ടിഫിക്കറ്റിന് ഹൈ വാല്യൂ ആണുള്ളത് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റിന്. കാരണം നിങ്ങൾക്ക് ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ജോബ് ഇസ് പ്രെറ്റി ഹൈ. ജോലി കിട്ടാനുള്ള സാധ്യത വളരെ ഏറെയാണ്. പിന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത്, നിങ്ങൾക്ക് PR ഇമ്മീഡിയറ്റ്ലി ആണ്, പെട്ടെന്നാണ് നിങ്ങൾക്ക് PR കിട്ടുന്നത് ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ. മറ്റൊന്നും കൂടി പറയാനുള്ളത്, ഒരു യൂണിവേഴ്സിറ്റി ഫണ്ട് ചെയ്യണത് ഫെഡറൽ ഗവൺമെന്റും പ്രൊവിൻഷ്യൽ ഗവൺമെന്റാണ്. ഇപ്പോൾ ഒണ്ടാരിയോയിലാണ് ഒരു യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്നതെങ്കിൽ അതിനെ ഫണ്ട് ചെയ്യേണ്ടത് ഫെഡറൽ ഗവൺമെന്റും ഒണ്ടാരിയോ ഗവൺമെന്റും കൂടിയാണ്. നമുക്ക് രണ്ടാമത്തെ കോളേജായ പബ്ലിക് കോളേജസ് അഥവാ കമ്മ്യൂണിറ്റി കോളേജസിൽ പ്രത്യേകതകളൊന്ന് നോക്കാം. യൂണിവേഴ്സിറ്റീസിന്റെ കാര്യം പറഞ്ഞ പോലെ ക്യാമ്പസസ് ആർ pretty huge or pretty big. വളരെ വലിയ ക്യാമ്പസസ് ആയിരിക്കും. അതുമാത്രമല്ല അവിടെയും വൈഡ് വെറൈറ്റി ഓഫ് കോഴ്സസ്, വൈഡ് ചോയ്സസ് കണ്ടമാനമായിരിക്കും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴ്സസിന്. മറ്റൊരു പ്രത്യേകത, നിങ്ങളൊരു ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള മാർക്ക് വേണമെന്നില്ല ഒരു പബ്ലിക് കോളേജസിലോ കമ്മ്യൂണിറ്റി കോളേജസിലോ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ കിട്ടാൻ. അതുമാത്രമല്ല ഒരു ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് ത്രഷോൾഡ് വേണമെന്നില്ല നിങ്ങൾക്ക് ഒരു സെമസ്റ്ററിൽ നിന്ന് മറ്റു സെമസ്റ്ററിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട്, അതായത് പാസ്സാകാൻ വേണ്ടിയിട്ട്. പിന്നെ നേരത്തെ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ
പബ്ലിക് കോളേജസിനോ കമ്മ്യൂണിറ്റി കോളേജസിനോ എംപ്ലോയേഴ്സായിട്ട് അസോസിയേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ PR കാര്യം പറയുകയാണെങ്കിൽ ഹൈ പോസിബിലിറ്റിയാണ് PR കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങളൊരു കമ്മ്യൂണിറ്റി കോളേജസിലോ അല്ലെങ്കിൽ പബ്ലിക് കോളേജസിലോ പഠിക്കുകയാണെങ്കിൽ. പിന്നെ ഈ കോളേജുകൾ, അതായത് പബ്ലിക് കോളേജോ കമ്മ്യൂണിറ്റി കോളേജോ ഫണ്ട് ചെയ്യുന്നത് മെയിൻലി പ്രോവിൻസ് ആയിരിക്കും. ഒണ്ടാരിയോയിലൊരു പബ്ലിക് കോളേജ് ഉണ്ടെങ്കിൽ ആ പബ്ലിക് കോളേജ് ഫണ്ട് ചെയ്യുന്നത് പ്രോവിൻസ് ഒണ്ടാരിയൻ ഗവൺമെന്റ് തന്നെയായിരിക്കും. ഇനി മൂന്നാമത്തെ കോളേജായ പ്രൈവറ്റ് കോളേജിലേക്ക് നമുക്കൊന്ന് നോക്കാം. ആ കോളേജുകൾ ഫീസിന്റെ ഇതുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത്. പിന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള കോഴ്സേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക്. അത് മാത്രമല്ല, മറ്റുള്ള 2 യൂണിവേഴ്സിറ്റിയിലും പബ്ലിക് കോളേജസിലും കമ്മ്യൂണിറ്റി കോളേജസിലും കമ്പയർ ചെയ്യുമ്പോൾ PR ചാൻസസ് വളരെ ലെസ് ആവും. അതാണ് ഈ 3 കോളേജുകൾ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, താങ്ക് യു.